ഒരിക്കൽ ജന്നത്തുൽ ബഖീഇലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോവുകയാണ്. കൂടെ സ്വഹാബികളുണ്ട്. ഖബർസ്ഥാനുകളിൽ ചെല്ലുമ്പോ വിങ്ങുന്ന ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ഓടിയെത്തുമല്ലോ. നമ്മുടെ ബാപ്പ അവിടെ കിടക്കുന്നുണ്ട്. നമ്മെ വളർത്തി വലുതാക്കിയ, നാം ഉറങ്ങാൻ വേണ്ടി ഉറക്കമൊഴിച്ച, കഴിക്കാൻ വേണ്ടി വിശപ്പ് സഹിച്ച നമ്മുടെ പൊന്നുമ്മ ആ ഖബറിലുണ്ട്. നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്. തോളിൽ കൈയിട്ട് നടന്ന കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് ഖബർസ്ഥാനിൽ ചെല്ലുമ്പോ എല്ലാവരും വൈകാരികമായ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തിപ്പെടാറുണ്ട്. ജന്നത്തുൽ ബഖീയിൽ ചെന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. ഖബറുകളിൽ ചെന്നാൽ പറയുന്ന സലാം. എന്നിട്ട് അവിടുന്ന് ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച വലിയ ഒരു അഭിലാഷം തന്റെ സ്വഹാബാക്കളോട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു വചനമാണത്. ഹൃദയഹാരിയായ ഒരു വാക്കാണത്. വദിത്തു അന്നീ ലഖീതു ഇഖ്വാനീ. എന്റെ സഹോദരങ്ങളെ, എന്റെ കൂടപ്പിറപ്പുകളെ പോലെ ഞാൻ കാണുന്ന ആദർശത്തിലുള്ള എന്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടാനായിരുന്നെങ്കിലെന്ന് എനിക്ക് കൊതിയുണ്ട് സ്വഹാബാ. എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയുണ്ട്. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരങ്ങൾ? അവിടുന്ന് പറഞ്ഞു, അല്ല, നിങ്ങൾ എന്റെ സഖാക്കളാണ്, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. വ ഇഖ്വാനുനല്ലദീന ലം യഅ്തു ബഅദു. ഇതുവരെ പിറന്നു വീണിട്ടില്ലാത്ത, നമ്മുടെ കൂടെ ജീവിക്കുന്നവരല്ലാത്ത, ഇനി പിറന്നു വീഴാനുള്ള ഈ ഉമ്മത്തിൽപ്പെട്ടവരെ കുറിച്ചാണ് ഞാൻ സഹോദരങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്. നോക്കൂ, നമ്മെ കാണാൻ, നമ്മെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുന്ന മനോഹരമായ ഒരു മുഹൂർത്തം. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നാളെ മഹ്ശറിൽ ചെന്നാലല്ലേ അത് സാധ്യമാവുക? എങ്ങനെയാ നബിയേ തങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ സാധ്യമാവുക? കോടാനുകോടി മനുഷ്യര്, ബില്യൺ കണക്കിന് മനുഷ്യര് വിചാരണക്ക് വേണ്ടി മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടവരെ അങ്ങെങ്ങനെയാണ് തിരിച്ചറിയുക നബിയേ? അവിടുന്ന് പ്രതിവചിച്ചു. അവിടുന്ന് മറുപടി പറഞ്ഞു, സ്വഹാബാ, കറുത്ത ഏതാനും കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ മുഖത്തിന്റെ ഭാഗത്തും കാലുകളുടെ ഭാഗത്തും വെളുത്ത നിറമുള്ള കുതിരകളുള്ള അതിന്റെ ഉടമസ്ഥർ അതിനെ തിരിച്ചറിയുന്നത് പോലെ വുദൂ ചെയ്തത് കാരണത്താൽ മുഖങ്ങളും കൈകാലുകളും വെട്ടിത്തിളങ്ങുന്നവരായിട്ടാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. എന്തൊരു മനോഹരമായ രംഗമായിരിക്കും അത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെയാണ്.